അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ട 8ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗ്ഗങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായി പഠിക്കാം. നേരെ ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ കണക്കിലേക്ക് പോകാൻ നിങ്ങൾക്ക് 2 കണക്ക് ഞാനൊന്ന് പഠിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ചെയ്യാം. നോക്കി, 24ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ ചിന്തിക്കേണ്ടത് നോക്കടാ, 20 + 4 എന്ന് പറഞ്ഞ ഐഡിയ ആണ് കേട്ടോ. 24 എന്ന് പറഞ്ഞാൽ 20നോട് 4 കൂട്ടുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് വർഗ്ഗം അല്ലെങ്കിൽ സ്ക്വയർ കണ്ടുപിടിക്കാൻ ചിന്തിക്കുക. എന്നിട്ട് ഇതാ ഈ എഴുതിയേക്കുന്ന വെച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. നോക്ക്, 20 + 4 ആണ്. അപ്പോൾ ആദ്യമേ 20ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, പ്ലസ് 2 ഇൻറ്റു ആ കഷ്ണമായ 20 ഇൻറ്റു പിന്നെ മറ്റേ കഷ്ണം എന്തോ 4 ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? ആ 4ന്റെ സ്ക്വയർ കൂട്ടണം. അപ്പോൾ ഈ രീതിയിലാണ് എഴുതേണ്ടത്. നോക്ക്, 20 + 4 എന്ന് എഴുതിയിട്ട് 20ന്റെ സ്ക്വയർ, പിന്നെ ഈ എക്സ്ട്രാ 2 ഇൻറ്റു ഉണ്ട് എന്ന് മനസ്സിലാക്കുക, പിന്നെ 20 4 ഗുണിക്കുക, പിന്നെ 4ന്റെ സ്ക്വയർ. അപ്പോൾ ഈ രീതിയിലൊന്ന് എഴുതാൻ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെയാണ്. ഇനി അടുത്തതായിട്ട് ബാക്കി സ്റ്റെപ്പ് ശ്രദ്ധിച്ചോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ 20 ഇതിൻ്റെ ഉത്തരവായേ. ഇനി നോക്ക്, 20ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ നിങ്ങൾ ചിന്തിക്കണം 4. എന്നിട്ട് ഈ 0ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 0 എന്ന് വിചാരിച്ചാൽ മതി. പ്ലസ് 2 ഇൻറ്റു 2 4, 4 4 ഗുണിച്ചാൽ 16. ഓക്കെയാണ്. ഇനി ഈ ഒരു 0 കൂടെ ഇവിടെ ഇട്ട് കൊടുക്കുക. പ്ലസ് 4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 16 വരും. ഓക്കെയാണ്. ഈസ് ഈക്വൽ ടു എത്ര? 400ഉം 100ഉം കൂടെ 500ഉം 576 എന്ന് കൂട്ടുമ്പോൾ കിട്ടും കേട്ടോ. നിങ്ങൾ കൂട്ടി നോക്കുക. 576 ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. നമുക്ക് 79ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിൽ എന്ത് കരുതും? 70 + 9 എന്ന് കരുതിയാൽ മതി. വളരെ സിമ്പിൾ. അടുത്ത എന്തോ? 70ന്റെ സ്ക്വയർ. കണ്ടോ, ആ കഷ്ണമാണ് ചെയ്യേണ്ടത്. 70ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആ കഷ്ണം ഏതൊക്കെയാണ്? 70 ഇൻറ്റു 9 പ്ലസ് അടുത്ത ലാസ്റ്റ് കഷ്ണം ആരാ? 9ന്റെ സ്ക്വയർ. കണ്ടോ, 2 ഇൻറ്റു 70 ഇൻറ്റു 9 പ്ലസ് 9ന്റെ സ്ക്വയർ. 70ന്റെ സ്ക്വയർ, 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 49. 0ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു 2 0 എന്ന്. ഈ പ്ലസ് 2 ഇൻറ്റു 7 ഇൻറ്റു 9. അപ്പോൾ 9 7 കൂടെ ഗുണിച്ചാൽ നിങ്ങൾക്കറിയാം. 9 7 കൂടെ ഗുണിച്ചാൽ നമുക്ക് കിട്ടും 63. ആ 63 പിന്നെ ആരോട്ട് 2 ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും? 126. അപ്പോൾ 2ഉം 7ഉം 9 കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും? 126. പിന്നെ ഈ ഒരു 0 ഉണ്ട്, കളയല്ലേ. പ്ലസ് 9ന്റെ സ്ക്വയർ എത്ര? 81. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമ്മുടെ 79ന്റെ സ്ക്വയറായി. പറക്കൂട്ട് 4900 പ്ലസ് 1260 പ്ലസ് അടുത്ത ആരാ? 81. അപ്പോൾ കൂട്ടുമ്പോൾ 1 8 6 14 ഇഷ്ടം 1 10 12 ഇഷ്ടം 1 6240. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന 6241. അപ്പോൾ 79ന്റെ സ്ക്വയർ ആരാ? 6241. ഇനി നേരെ നമ്മൾ പഠിക്കാൻ പോകുന്നു ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11ലെ കണക്ക് പഠിക്കാൻ പോവാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ കണക്കാണ് 64ന്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും? 60 + 4 എന്ന് ചിന്തിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്ത വരി എന്തെഴുതും? 60ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 60 ഇൻറ്റു 4 പ്ലസ് ആര്? 4ന്റെ സ്ക്വയർ. സെറ്റാണ്. 60ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6ന്റെ സ്ക്വയർ. 6ന്റെ സ്ക്വയർ എത്ര? 36. 0ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര? 2 0 പ്ലസ് 2ഉം 6ഉം 4 കൂടെ ഗുണിക്കുക. 4ഉം 6 കൂടെ ഗുണിച്ച് 24. 24 4 കൂടെ ഗുണിച്ചാൽ 48. 48ഉം പിന്നെ ഒരു 0 പ്ലസ് 4ന്റെ സ്ക്വയർ ആരാ? 16. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 64ന്റെ സ്ക്വയർ ആവും. എന്ന് പറയുമ്പോൾ 3600 പ്ലസ് 480 പ്ലസ് ആര്? 16 എന്ന് പറയുമ്പോൾ 6 9 0 ഇഷ്ടം 1 4096 എന്ന് പറയുമ്പോൾ 64ന്റെ സ്ക്വയർ എത്ര? 4096 ആണ്. ഓക്കെയാണ്. നമുക്ക് 35ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. എന്താ ചെയ്യേണ്ടത്? നമ്മൾ മനസ്സിൽ കാണുന്നത് എന്താ നിങ്ങൾക്കറിയാം? 30 + 5 എന്ന് കാണും. എന്നിട്ട് എന്തെഴുതും? 30ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 30 ഇൻറ്റു എന്തെന്ന് എഴുതും? 5 പ്ലസ് ലാസ്റ്റത്തെ ആരാ? 5ന്റെ സ്ക്വയർ. സെറ്റാണ്. ഇത് എഴുതാൻ പഠിച്ചാൽ മാത്രം മതി. അടുത്തതായിട്ട് 30ന്റെ സ്ക്വയർ മീൻസ് 3ന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ 9, 0ന്റെ സ്ക്വയർ 2 0 പ്ലസ് 3ഉം 5 കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും? 15. 15 2 കൂടെ ഗുണിച്ചാൽ 30 കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? 30ഉം ഒരു 0 300 പ്ലസ് 5ന്റെ സ്ക്വയർ എത്ര? 25. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 900ഉം 300 കൂടെ കൂട്ടിയാൽ 1200. 1225 എന്ന ഉത്തരം കിട്ടും. മക്കളെ, ഇവിടെ വെച്ച് നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. 35ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. നോക്കിക്കോ മക്കളെ, 35ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇവിടെ 5ന്റെ സ്ക്വയർ അല്ലേ അവസാനിച്ച്? 5ന്റെ സ്ക്വയർ അവസാനിക്കുമ്പോൾ ഉറപ്പായിട്ട് ഉത്തരത്തിൽ 25 കാണും. ഇനി ഇവിടെ 3ന്റെ സ്ക്വയർ ചിന്തിക്കണം. എന്ത് ചിന്തിക്കണം? 3ന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ എത്ര? 9. ആ 9നോട് പിന്നെ ഒരു 3 കിട്ടും. 9നോട് 3 കിട്ടിയാൽ എന്ത് കിട്ടും? 12. കണ്ടോ, അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 12 25. ഓക്കെ, സംശയമുള്ളവർക്ക് വേറൊരു കണക്ക് കാണിച്ചു തരാം. 45ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം ഉത്തരത്തിൽ എന്ത് വരും? 25. എന്തുകൊണ്ടാണ്? 5ൽ അവസാനിച്ച്. ഇനി 4ന്റെ സ്ക്വയർ.
4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. ആ 16നോട് എന്ത് കൂട്ടുക? ആ 4 തന്നെ കൂട്ടുക. അപ്പോൾ എന്ത് കിട്ടും? 20. എന്നാൽ നിങ്ങൾക്ക് നോക്കാം, ഈ 45ൻ്റെ സ്ക്വയർ എന്തുമായിരിക്കും? 2025 ആയിരിക്കും. ഇനിയും സംശയമുള്ളവർക്ക് വേണമെങ്കിൽ 55ൻ്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ചു. 5ൽ അവസാനിക്കുന്നേ പറ്റത്തോളെ. 5ൻ്റെ സ്ക്വയർ എത്ര? 25 വരുമെന്ന് ഉറപ്പാണ്. ഇനി 5ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക 25. 25നോട് പിന്നെ 5 കൂട്ടുക. അപ്പോൾ എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 3025 ആയിരിക്കും കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ട്രിക്കാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 47ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം 47ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് 40 + 7 നമ്മൾ മനസ്സിൽ കാണും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതും 40ൻ്റെ സ്ക്വയർ പ്ലസ് 2 × 40 × 7 എന്ന് ചെയ്യും. പ്ലസ് പിന്നെ എന്നും കൂടെ ചെയ്യും 7ൻ്റെ സ്ക്വയർ എന്ന് ചെയ്യും. 40ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. അതിൻ്റെ കൂടെ 2 0 പ്ലസ് 4 7 കൂടെ ഗുണിച്ച് 28. 28 2 കൂടെ ഗുണിച്ച് 56. 56 പിന്നെ ഒരു 0 പ്ലസ് 7ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 49. സെറ്റാണ്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നമ്മുടെ ഉത്തരമായി. നോക്കണേ, 1600 പ്ലസ് ആര് വരും? 560 പ്ലസ് പിന്നെ ആര് വരും? 49. കൂട്ടുമ്പോൾ നോക്കുക 9 10 ഇഷ്ടം 1 7 5 12 ഇഷ്ടം 1 2250. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം എത്ര? 2209 എന്ന ഉത്തരം കിട്ടും. ഇനി 53ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതണം? 50 + 3 ആണ് 53. 50 + 3 അപ്പോൾ എന്തെന്ന് എഴുതും? 50ൻ്റെ സ്ക്വയർ പ്ലസ് 2 × 50 × 3 പ്ലസ് 3ൻ്റെ സ്ക്വയർ. ഓക്കെയാണ്. അടുത്ത സ്റ്റെപ്പിൽ 5ൻ്റെ നോക്കുക. 50ൻ്റെ സ്ക്വയർ മീൻസ് 5ൻ്റെ സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25. 0ൻ്റെ സ്ക്വയർ 2 0 പ്ലസ് 5 3 കൂടെ ഗുണിച്ചാൽ 15. 15 2 കൂടെ 30. 30 വരും പിന്നെ ഒരു 0 വരും പ്ലസ് 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 2500 നോക്ക് 800 ആവും. അപ്പോൾ 2809 എന്ന് വരും. ഇതെല്ലാം കൂടെ കൂട്ടി കിട്ടുമ്പോൾ ഉത്തരം. അപ്പോൾ 53ൻ്റെ സ്ക്വയർ എത്ര? 2809. ഈ പേജിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 88ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ കാണും 80 + 8. ഓക്കെയാണ്. ബാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ആദ്യമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 80ൻ്റെ സ്ക്വയർ പ്ലസ് എന്ത് വരും? 2 × 80 × ആരൂടെ വരും? 8 പ്ലസ് ആരൂടെ വരും? 8ൻ്റെ സ്ക്വയർ. സെറ്റാണ്. നോക്ക്, 80ൻ്റെ സ്ക്വയർ മീൻസ് 8ൻ്റെ സ്ക്വയർ. 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64. പിന്നെ 0ൻ്റെ സ്ക്വയർ 2 0 പ്ലസ് 2 × 8 16. 16 8 അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 8 8 കൂടെ ഗുണിച്ച് 64. 64 × 2 ചിന്തിച്ചാലും പോലെ 64 × 2. അപ്പോൾ 8 എത്ര വരും? 128. നോക്കുക, അപ്പോൾ 8 8 കൂടെ 64. 64 2 കൂടെ ഗുണിച്ച് എത്ര കിട്ടും? 128. അപ്പോൾ എന്താണെന്ന് എഴുതണം? 128 പിന്നെ ഈ ഒരു 0 കൂടെ ഇടാൻ മറന്നു ഒരു 0 പ്ലസ് 8ൻ്റെ സ്ക്വയർ എത്ര? 64. അടുത്ത് എന്ത് വരും? 6400. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ ഉത്തരമായി 6400 പ്ലസ് 1280 പ്ലസ് എന്ത് വരും? 64. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 4 8 6 14 ഇഷ്ടം 1 5 2 7 6 1 വരും. അപ്പോൾ ഉത്തരം 7744. ഉത്തരം എന്തോ? 7744 ആയി. ഇനി ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ശ്രദ്ധിക്കുക, ഇവിടെ എന്തുണ്ട്? ഒരു ദശാംശമുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന പോയിന്റുള്ള സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കുന്ന ചോദ്യമാണ്. എന്ത് കണ്ടുപിടിക്കേണ്ട? പോയിന്റുള്ള സംഖ്യകളുടെ സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പോയിന്റുള്ള സംഖ്യ ഇതാ ഇവിടെ ഒരു ദശാംശമുണ്ട്. ശ്രദ്ധിക്കുക, ഇത് 3.7ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ദശാംശമുള്ള സംഖ്യയുടെ കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ ഇതുപോലെ തന്നെ ചിന്തിക്കുക. ഇവിടെ 3 എന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. പോയിന്റിന് തൊട്ട് മുമ്പുള്ളത് കഷ്ണമാക്കുക. 3 പ്ലസ് ആരെന്ന് ചിന്തിക്കുക? 0.7 കേട്ടല്ലോ. രീതി മനസ്സിലാക്കുക. 3 + 0.7 എന്തുവാ? 3 + 0.7 കൂട്ടിയാലാണ് 3.7 കേട്ടല്ലോ. അപ്പോൾ ഓർത്തിരിക്കുക. ഇപ്പം 3 + 0.7 അതായിരിക്കും എന്ത്? 3.7. അപ്പോൾ മുറിക്കുന്ന രീതി മനസ്സിലായ എന്തുവാ? 3 + 0.7. അപ്പോൾ ഇനി ബാക്കി അങ്ങ് ചെയ്താൽ മതി. എന്ത് കിട്ടണം? നേരത്തെ ഏതാണ്? ആദ്യത്തേൻ്റെ സ്ക്വയർ പ്ലസ് കണ്ടോ? ആദ്യത്തേൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ പ്ലസ് 2 × ആദ്യത്തെ കഷ്ണം 3 × അടുത്ത കഷ്ണം എന്തുവാ? 0.7 പ്ലസ് ആര്? 0.7ൻ്റെ സ്ക്വയർ. കണ്ടോ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി കണ്ടുപിടി 3ൻ്റെ സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആരാ? 9 പ്ലസ് നോക്കുക 3 2 കൂടെ ഗുണിച്ച് എന്തിട്ട് 6. 6ഉം 7 കൂടെ ഗുണിക്കുക. ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. 6 × 0.7 ആണല്ലോ. ഓക്കെ പ്ലസ് 0.7ൻ്റെ സ്ക്വയർ. നോക്ക് ഇവിടെ ചിന്തിക്കണം. 0.7ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? 0.7 × 0.7 എന്നാണ് അർത്ഥം. എന്ന് പറയുമ്പോൾ ഇവിടെ 7ഉം 7 കൂടെ ഗുണിച്ച് എന്ത് കിട്ടും മക്കളെ? 49 എന്ന് ഉത്തരം കിട്ടും. സമ്മതിച്ചു. പക്ഷേ ഇവിടെ ഒരു സ്ഥാനം മാറി പോയിന്റ് ഉണ്ട്. നമുക്ക് 7 കഴിഞ്ഞിട്ട് ഇവിടെ പോയിന്റ് ആണെങ്കിൽ ഇവിടെ 7 കഴിഞ്ഞിട്ട് ഇവിടെ പോയിന്റ് എന്ന് പറയുമ്പോൾ 2 സ്ഥാനം മാറ്റി. അപ്പോൾ ഇവിടുന്ന് പോയിന്റ് ഇവിടേക്ക് എത്തണം. അപ്പോൾ ഉത്തരം 0.49 എന്ന് വരും. എന്ത് വരും? 0.49. അപ്പോൾ 0.7ൻ്റെ സ്ക്വയർ എത്ര? 0.49. കഴിഞ്ഞില്ല. നോക്ക് 9 പ്ലസ് നോക്ക് ഇവിടെ നോക്ക് 7ഉം 6 കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും? നോക്ക് 7ഉം 6 കൂടെ ഗുണിച്ചാൽ 42 എന്ന ഉത്തരം വരും. സംഭവിച്ചു. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് ഇല്ല. 0.7ൻ്റെ അത് ഇവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉത്തരം 4.2.
പ്ലസ് എന്ത് വരും 0.49 എന്ന് വരും. ഇനി ഇതെല്ലാം കൂടെ കൂട്ടണം, അതാണ് നമ്മുടെ ഉത്തരം. നല്ലതായിട്ട് കൂട്ടാൻ പഠിച്ചേ പറ്റൂ. നോക്ക്, ഞാൻ ആദ്യം കൂട്ടുന്നത് 4.2 ആണ്. ഓക്കെ ആണ്. ഇപ്പോൾ 4.2 ഇട്ടു. ഇനി അടുത്തതിൻ്റെ പോയിന്റ് ഞാൻ ഇവിടെ എഴുതി. അടുത്ത സംഖ്യയുടെ പോയിന്റ് ഈ പോയിന്റ് തൊട്ട് താഴെ എഴുതുക. ഇവിടെ എന്തുണ്ട്? 4 ഉണ്ട്, തൊട്ടിപ്പുറത്ത് 9 ഉണ്ട്. മുകളിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് 0 കൊടുക്കുക. ഇവിടെ എന്തായാലും 0 വരും. ഇപ്പോൾ 0.49. ഓക്കെ, ഇനി ആ 9 കൂടെ ആഡ് ചെയ്യും. 9 എന്ന് പറയുമ്പോൾ ഈ സൈഡിലാണ് എഴുതേണ്ടത്. മനസ്സിലാക്കുക, 9.00 ആണ് 9. കേട്ടല്ലോ. അപ്പോൾ 9 എന്ന് പറഞ്ഞാൽ ആരാ? 9.00 എന്ന് പഠിക്കുക. ഇനി കൂട്ടുമ്പോൾ 9 വരും, അത് കണക്ക് എന്ത് വരും? 6 വരും, പോയിന്റ് വരും, എത്ര? 13. ഉത്തരം 13.69. അപ്പോൾ ആൻസർ എത്ര? 13.69 ആണ്. ഏതിൻ്റെ? 3.7 സ്ക്വയർ എത്ര? 13.69. അടുത്ത കണക്ക് നോക്ക്, 13.9 സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിപ്പിച്ച എന്തുവാ? 13നോട് കൂട്ടണം 0.9 എന്നാലാണ് 13.9 ആകുന്നത്. ഓക്കെയാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഓർത്തണം. 13 പ്ലസ് 0.9. അപ്പോൾ 13.9 എന്തുവാ? 13 പ്ലസ് 9. അപ്പോൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 13ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 13 ഇൻറ്റു 0.9 പ്ലസ് 0.9ൻ്റെ സ്ക്വയർ. ശ്രദ്ധിച്ചൊക്കെ എഴുതണം. ഓക്കെ, 13ൻ്റെ സ്ക്വയർ അറിയാത്തവർ പഠിച്ചു തുടങ്ങിയോ? 13ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 169 ഗുണിച്ചാൽ മതി കേട്ടോ. 13 ഇൻറ്റു 13 എന്തുവാ? 169 ആണ് കേട്ടോ. പ്ലസ് 2 ഇൻറ്റു 13 എത്ര? 26. ഓക്കെ, ഇൻറ്റു ആരുണ്ട് അവിടെ? 0.9. നമുക്ക് പിന്നെ ചെയ്യാം. പ്ലസ് 0.9ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 9ൻ്റെ സ്ക്വയർ 81. 9ൻ്റെ സ്ക്വയർ 81. പക്ഷേ 2 സ്ഥാനമുണ്ട്, ശ്രദ്ധിക്കണേ. 0.9 ഇൻറ്റു 0.9 ആണ് 0.9ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉത്തരം എത്ര? 81 ആണ്. പക്ഷേ ഇവിടെ 2 സ്ഥാനം വരുമ്പോൾ ഇവിടെയാണ് പോയിന്റ് വരുന്നത്. അപ്പോൾ ഉത്തരം 0.81 ആണ്. എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് വരും, ഉത്തരം ഇവിടെ 0.81. എന്ത് ഉത്തരം വരുന്നത്? 0.81 ആണ് ഉത്തരം. ഇതെല്ലാം കൂടെ കൂട്ടുന്ന സമയമായിട്ടില്ല. ഇവിടെ ഒന്നുകൂടെ ഗുണിക്കാനുണ്ട്. പറ. 169 പ്ലസ് 26 9 ഗുണിക്കണം. അപ്പം എന്തായാലും 26 ഇൻറ്റു 9. 9 6 54 5 ഇഷ്ടം 9 2 18 5 23. അപ്പോൾ ഉത്തരം ഇതെല്ലാം കൂടെ ഗുണിക്കാൻ 2 3 4 എന്ന് വരും. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലോ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഉത്തരത്തിലും ഒരു പോയിന്റ് വരണം. അപ്പോൾ അതാ ഇവിടെയാണ് 23.4 പ്ലസ് 0.81. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ ഉത്തരമാവും. അപ്പോൾ നമുക്കിതാ ഇതെല്ലാം കൂടെ കൂട്ടാൻ ശ്രദ്ധിക്കുക. 169 എന്ന് പറഞ്ഞ സംഖ്യ, അതിൻ്റെ പോയിന്റ് എവിടെ? അതാ ഇവിടെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ 0 ഇടാം, കുഴപ്പമില്ല. പ്ലസ് അതിനോട് കൂട്ടണം ആരാ? അടുത്ത 23 പോയിന്റ് ഇവിടെ ഇടാം. ഇപ്പുറത്ത് ആരാ? 4. ഇപ്പുറത്ത് ആരുണ്ട്? 23. സെറ്റാണ്. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ 0 കൊടുക്കുക. അടുത്ത നോക്കി, ഇവിടെയാണ് പോയിന്റ്. ആ പോയിന്റ് എടുത്താണ് ഞാൻ ഇവിടെ ഇടുന്നത് 0.81. ഇപ്പുറത്തോട്ടൊന്നുമില്ല, 0 കൊടുക്കുക. കഴിഞ്ഞ്. ഇതെല്ലാം കൂടെ കൂട്ടുക. കൂട്ടുമ്പോൾ ഇവിടെ 1 വരും, 8 4 12 വരും. ഇവിടെ പോയിന്റ് ഉണ്ട്, 12ൻ്റെ ശിഷ്ടം ഇപ്പുറത്ത് പോകും. 9 10 13 വരും, ശിഷ്ടം ഉണ്ട്. 7 2 9 വരും, പിന്നെ 1 ഉണ്ട്. അപ്പോൾ ആൻസർ ഇത്രയും വരും. 193.21 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്കിലെ പേജ് 13 ചോദ്യമാണ്. അപ്പോൾ ചോദ്യം നോക്ക്, 2.3യുടെ സ്ക്വയറാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 2.3യെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 പ്ലസ് 0.3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണ്. 2 പ്ലസ് 0.3 ആണ് 2.3. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വരി എഴുതുമ്പോൾ നമുക്ക് ആ കഷ്ണങ്ങൾ ഉപയോഗിച്ച് എഴുതുക. അടുത്ത ആദ്യത്തെ എന്ത് വരും? 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു പിന്നെ 2 കഷ്ണത്തിലെ 2 ഇൻറ്റു ആരും കൂടെ വരും? 0.3 പ്ലസ് ആര്? 0.3യുടെ സ്ക്വയർ. ശ്രദ്ധിച്ചും കണ്ട് എഴുതി പഠിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ തെറ്റും. ഓക്കെയാണ്. നോക്കിക്കോ, അടുത്ത വരിയിൽ നോക്ക്, 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 പ്ലസ് നോക്കണേ, 2ഉം 2 കൂടെ ഗുണിച്ചിപ്പോൾ എടുത്ത് വയ്ക്കാം 4 ഇൻറ്റു ആരുണ്ട്? 0.3 പ്ലസ് 0.3യുടെ സ്ക്വയറാണ്. ശ്രദ്ധിക്കുക, 0.3യുടെ സ്ക്വയർ ആണ് എന്ന് പറയുമ്പോൾ എന്തുവാ? 0.3 ഇൻറ്റു 0.3. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 3 3 ഗുണിച്ചാൽ 9. പക്ഷേ ഇവിടെ ഒരു സ്ഥാനമുണ്ട്, ഇവിടെ ഒരു സ്ഥാനം, മൊത്തത്തിൽ 2 സ്ഥാനം. അപ്പോൾ ഇവിടുന്ന് പോയിന്റ് ചാടി 2 സ്ഥാനം വരണമെങ്കിൽ ഇവിടെ എക്സ്ട്രാ ഒരു 0യും കൂടെ കൊടുക്കണം. അപ്പോൾ ഉത്തരം 0.09. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തുവാ? 0.09 ആയിരിക്കും കേട്ടോ. അതാ ഇവിടെ പോയിന്റ് ഉണ്ട്, 0.09 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ 4 അതുപോലെ പ്ലസ് ഈ 4ഉം 0.3 കൂടെ ഗുണിക്കണം. അതാ ശ്രദ്ധിക്കുക, 4 ഇൻറ്റു 0.3 ഗുണിക്കണം. അപ്പോൾ എന്ത് കിട്ടും? 4ഉം 3 കൂടെ ഗുണിച്ചാൽ നിങ്ങൾക്കറിയാം 12. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ആൻസർ ഇവിടെ ഒരു പോയിന്റ് വരും. അപ്പോൾ ഉത്തരം 1.2. എന്ത് വരും? 1.2 പ്ലസ് ആരോടെ വരും? 0.09. ഇനി കൂട്ടുമ്പോൾ തെറ്റരുത്, ശ്രദ്ധിക്കുക. 4 എന്ന് പറഞ്ഞ സംഖ്യ ഉണ്ട്, 4 എഴുതി ഇവിടെ ഒരു പോയിന്റ് എഴുതി നിങ്ങൾക്ക് ഇഷ്ടം പോലെ 0 കൊടുക്കും. അതാണ് 4. 4നെ ഇങ്ങനെ എഴുതണം.
അടുത്ത 1.2 പോയിന്റ് ഇവിടെ കൊടു. അടുത്ത എന്തുവാ 0.2 ഇവിടെ 1.2 ആയേ. അടുത്ത നോക്കി പോയിന്റ് കൊടുക്ക്. ഇവിടെ എന്തോ 0.9, ഇവിടെ ഒരു 0 ഉണ്ട്. ഇനി ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു 0 കൊടുക്കുക. ഇതെല്ലാം കൂടെ എന്തോ ചെയ്യേണ്ട, കൂട്ടണം. കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 9, 2 പോയിന്റ് എത്ര വരും? 5. 5.29 ആണ് ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തുവാ? 5.29. സെറ്റാണ്. തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. 8.7 സ്ക്വയർ. അപ്പോൾ പോയിന്റുള്ള സംഖ്യയാണ്, ശ്രദ്ധിക്കുക. ഡെസിമൽ പോയിന്റ് ഉണ്ട്, ദശാംശമുണ്ട്. അപ്പോൾ 8.7 സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ സൈഡിൽ ചിന്തിക്കുക. 8നോട് 0.7 കൂട്ടുമ്പം കിട്ടുന്നതാണ് മക്കളെ 8.7 എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ. അപ്പോൾ 8നോട് ആര് കൂട്ടുന്നതാണ്? 0.7 കൂട്ടുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പോൾ ആ കഷ്ണങ്ങൾ സൂക്ഷിച്ചെഴുതുക. എന്താ? ആദ്യത്തെ പാർട്ട് 8ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 8 ഇൻറ്റു ആരാ 0.7 പ്ലസ് 0.7ൻ്റെ സ്ക്വയർ. കണ്ടല്ലോ, ശ്രദ്ധിച്ചൊക്കെ എഴുതണം. 8ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 64 പ്ലസ് 2 ഇൻറ്റു 8 എത്ര? 16. 16 ഇൻറ്റു 0.7. അതുവരെ ഓക്കെ. പ്ലസ് ഇതുവരെ ഓക്കെയാണ്. ഇനി 0.7ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 7ൻ്റെ സ്ക്വയർ 49ആണ്, 7ൻ്റെ സ്ക്വയർ 49. പക്ഷേ ഇവിടെ 0.7 ഇൻറ്റു 0.7 എന്ന് പറയുമ്പം 2 പോയിന്റ് ഉണ്ടായതുകൊണ്ട് ആൻസർ എന്ത് വരും? 0.49. എന്തുകൊണ്ടാണ്? 0.7 ഇൻറ്റു 0.7, 2 പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ മൊത്തം 2 പോയിന്റ് ഇടുമ്പോൾ ഇവിടെ 0.49 വരും. 0.49 എന്ന് വരും. ഓക്കെ. ഈസ് ഈക്വൽ ടു 64 പ്ലസ്, ഇനി ഇത് തമ്മിൽ ഗുണിക്കണം. 16ഉം 7ഉം കൂടെ ഗുണിക്കണം. നിങ്ങൾ ആലോചിച്ചു, 16 ഇൻറ്റു 7 എത്ര വരും? 7 6 42, 4 ഇഷ്ടം 7 11 11, 112 എന്ന് വരും. പക്ഷേ 112 എന്ന് എഴുതി, പക്ഷെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കേണ്ട. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വരും. ഇപ്പം 11.2 പ്ലസ് 0.49 എന്ന് വരും. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ ഉത്തരം. അപ്പോൾ നമുക്ക് കൂട്ടാം. 64 എന്ന് പറഞ്ഞ സംഖ്യ എഴുതിയാൽ പോയിന്റ് ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ട് 2 0 ഇട്ട് കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അടുത്ത 11.2. ഓക്കെ. അത് കഴിഞ്ഞിട്ട് 0.49 എഴുതുമ്പോൾ സൂക്ഷിച്ചെഴുതുക. ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ 0 ഇട്ട് കൊടുക്കുക. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു 0 കൊടുക്കുക. ഇതെല്ലാം കൂടെ കൂട്ടാനല്ലേ പറയുന്നത്. കൂട്ടുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 9 കിട്ടും. 4 കൂടെ കൂട്ടി കഴിഞ്ഞാൽ 6 കിട്ടും. ഇവിടെ പോയിന്റ് വരും. 4 1 5 വരും. 6 1 7 വരും. അപ്പോൾ ആൻസർ 7000 എന്നൊന്നും വായിക്കല് 75.69 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ 8.7ൻ്റെ സ്ക്വയർ എത്ര? 75.69. കുറച്ച് വലിയൊരു കണക്കാണ്. 10.1ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയാം 10.1 എന്ന് പറഞ്ഞാൽ എന്തുവാ? 10 പ്ലസ് 0.1 ആണ് ആര്? 10.1 എന്ന് പറയുന്നത്. 10 പ്ലസ് 0.1. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയൊക്കെ വരും? 10ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 0.1 പ്ലസ് 0.1ൻ്റെ സ്ക്വയർ. ഇതെഴുതാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് തെറ്റത്തില്ലല്ലോ. ഇതെഴുതാൻ അറിയാം. ഈ കഷ്ണം എന്താണ്ട് ഈ തന്നിരിക്കുന്ന ഈ കഷ്ണം വെച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി 10ൻ്റെ സ്ക്വയർ 10 ഇൻറ്റു 10 എത്ര? 100. അതും സംശയം വേണ്ട. ഇൻറ്റു 2 ഇൻറ്റു 10 എത്ര? അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇത് 2ഉം 10 കൂടെ ഗുണിക്കുക. നിങ്ങളെ മറ്റൊരു രീതി ഞാൻ പഠിപ്പിക്കുന്നു, ശ്രദ്ധിക്കുക മക്കളെ. ഇതാ ഇവിടെ 10ഉം 0.1ഉം ഉണ്ട്. 10ഉം 0.1 കൂടെ മാറ്റി എഴുതി നോക്കണം. ഇവിടെ നോക്കണം. 2 ഇൻറ്റു, നിങ്ങൾ മനസ്സിലാക്കുക, 10നെ 0.1 ഗുണിക്കുമ്പോൾ സംഖ്യ 1 ആയിട്ട് മാറും. എന്താ? 10ഉം 0.1 കൂടെ ഗുണിക്കുമ്പോൾ അതാ ഞാൻ ഇങ്ങോട്ട് സൈഡിലോട്ട് എഴുതാം. 10 ഇൻറ്റു 0.1 ചെയ്യുമ്പോൾ ഉത്തരം 1 ആയി മാറും. എന്ന് വെച്ചാൽ ഈ പോയിന്റ് ചാടിപ്പുറത്ത് വരും. ഇവിടെ വരും പോയിന്റ്. കണ്ടോ? ഇവിടെ കടന്ന പോയിന്റ് ചാടിപ്പുറത്ത് വരും. എപ്പോഴാണ്? 10 കൊണ്ട് ഗുണിക്കുമ്പോൾ. ഈ സ്റ്റെപ്പ് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ 1 ആവും. ഈ 10ഉം 0.1 കൂടെ ചേർന്ന് 1 ആവും. പ്ലസ് ആരുണ്ട്? 0.1ൻ്റെ സ്ക്വയർ നോക്കണേ. അതും പഠിക്കുക. 0.1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.1 ഇൻറ്റു 0.1. എന്തുമായാലും 1ഉം 1 കൂടെ ഗുണിച്ചാൽ 1 ആണെന്നറിയാം. പക്ഷേ ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം, മൊത്തത്തിൽ 2 സ്ഥാനം ആക്കാൻ വേണ്ടി ഇവിടെ ഒരു 0 കൊടുത്തിട്ട് ഇവിടെ പോയിന്റ് ഇടുക. ഉത്തരം 0.01 ആയിരിക്കും. ഉത്തരം 0.01 ആയിരിക്കും. മക്കളേതാ ഇവിടെ 100ഉം ഇനി 2 ഇൻറ്റു 1 കൂടെ കൂട്ടാലോ. നോക്ക്. 100 പ്ലസ് 2 ഇൻറ്റു 1 എന്താ? 2 പ്ലസ് ആര്? 0.01. ഇനി ഇവിടെ വെച്ച് എളുപ്പമാണ്. 100ഉം 2 കൂടെ കൂട്ടിയാൽ നിങ്ങൾക്കറിയാം 102 എന്ന് എഴുതാം. ഇതെല്ലാം ഇത് 2 കൂടെ കൂട്ടിയാൽ 102. 102നോട് ഇത് കൂട്ടാൻ പറഞ്ഞ എളുപ്പം. അതാ ഈ പോയിന്റ് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. 0.01. സിമ്പിളാണ്, അത് ഓർത്തിരിക്കണം. 100 2 കൂടെ കൂട്ടി 102. 102 പോയിന്റുള്ള സംഖ്യ കൂട്ടുക, പോയിന്റ് ചേർത്തങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ഈ ട്രിക്കും ഓർത്തിരിക്കുക. നോക്കട്ടെ അടുത്ത ചോദ്യം. 12.5ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. മീൻസ് നിങ്ങൾക്കറിയാം 12.5 എന്ന് പറഞ്ഞാൽ ആരാ? 12 പ്ലസ് 0.5 ആണ്. ആരാ? 12 പ്ലസ് 0.5 അതാണ് 12.5. അപ്പോൾ ആദ്യം തൊട്ടേ ചെയ്യണം. 12ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 12 ഇൻറ്റു 0.5 പ്ലസ് 0.5ൻ്റെ സ്ക്വയർ. ഇത് എഴുതാൻ എല്ലാവർക്കും അറിയായിരിക്കും.
ഇനി നോക്ക് 12 സ്ക്വയർ പഠിക്കാത്തവരങ്ങ് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ചെയ്ത് നോക്കുക. 12 × 12 ആരാ 144 പ്ലസ് നോക്ക് 2ഉം 12 കൂടെ ഗുണിച്ചാലേ പറ്റൂ. അപ്പോൾ എന്ത് കിട്ടും 24 ഇൻറ്റു ആരുണ്ട് 0.5 പ്ലസ് 0.5ൻ്റെ സ്ക്വയർ. നിങ്ങൾ പറ 0.5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തും അർത്ഥം 0.5 ഇൻറ്റു 0.5 എന്നല്ലേ അർത്ഥം. എന്ന് പറയുമ്പോൾ 5ഉം 5 ഇവിടെ ഗുണിച്ചാൽ 25 ആണ്. പക്ഷേ 2 സ്ഥാനം മാറ്റി കുത്തുമ്പോൾ ഇവിടെ വരും. കണ്ടല്ലോ, ഇവിടുത്തെ പോയിന്റ് ഇവിടെ ചേരുമ്പോൾ 0.25. അപ്പോൾ ഉത്തരം എന്തോ 0.25 എന്ന് വരും. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ നോക്ക് 144 പ്ലസ് 24 5 കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും നോക്ക്. 24നെ എന്തുമായിട്ട് ഗുണിക്കണം 5. 5 4 20, 2 ഇഷ്ടം 5 2 10 12 120. നോക്കടാ, അതാണ്ട് 24 5 കൂടെ ഗുണിച്ചാൽ 120. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു പോയിന്റ് വരും. അപ്പോൾ ഉത്തരം 12.0. 12.0 എന്ന് പറഞ്ഞാൽ ആര് വരും 12. ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഉത്തരം എന്തോ 12.0. എന്തുകൊണ്ടാണ് ഈ പോയിന്റ് 5ൻ്റെ പോയിന്റ് ഇടുമ്പോൾ 12.0. 12.0 ആരാ 12 ആണ്. പ്ലസ് ആരൂടെ വരും 0. ബാക്കിയുള്ള 0.25. നോക്ക് 144ഉം 12 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്ര വരും 156 വരും. സംശയമില്ല, ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 156. 4 1 5 156. അതിൻ്റെ കൂടെ ഇത് കൂട്ടണം. ഇത് കൂട്ടുക മീൻസ് ഇവിടെ ഇട്ട് കൊടുത്താൽ 0.25. ഉത്തരം 156.25 എന്ന് കിട്ടും. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ലാസ്റ്റ് കണക്കാണ് 15.7ൻ്റെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക 15 പ്ലസ് ആരാണത് 0.7 ആണ്. അത് ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് 15ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 15 ഇൻറ്റു ആരൂടെ ചെയ്യണം 0.7 ചെയ്യണം. പ്ലസ് ആരൂടെ 0.7ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് എഴുതാൻ എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരുപാട് വട്ടം കൊണ്ട് എഴുതുന്നതാണ്. ഇത് എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യണം 15ൻ്റെ സ്ക്വയർ. അറിയാത്തവർ ഇതാ ഇങ്ങനെ ഓർക്കുക. 15 × 15 അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ 5 5 25, 2 ഇഷ്ടം 5 5 7 വരും. 5 1 5 വരും. 1 1 1 വരും. എന്ന് പറയുമ്പോൾ 5 7 5 12 ഇഷ്ടം 225. അതെപ്പോഴും പഠിച്ചു വെച്ചേക്കണം. നിങ്ങൾ ഇതൊക്കെ കാണാൻ പഠിക്കാറായി. 225 എന്ന് വരും. പ്ലസ് 2ഉം 15 കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും 30 എന്ന് കിട്ടും. 30 ഇൻറ്റു 0.7 പ്ലസ് ഇത് നിങ്ങൾ എഴുതണം. നമുക്ക് കുറേ വട്ടം ചെയ്ത് തന്നെ 0.7ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആരാ 7ൻ്റെ സ്ക്വയർ 49. പക്ഷേ 2 പോയിന്റ് വരും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഇടുക. ഉത്തരം 0.49 ഈസ് ഈക്വൽ ടു 225. അതുപോലെ എഴുതുക. പ്ലസ് 3ഉം 7 കൂടെ ഗുണിച്ചാൽ നിങ്ങൾക്കറിയാം 21 സംശയമുണ്ടോ? 3ഉം 7 കൂടെ ഗുണിച്ചാൽ നിങ്ങൾ നോക്കുക 0.7നെ നമുക്ക് 30 ഗുണിക്കണം. ഇതാണ് നമ്മുടെ ചോദ്യം. ഈ 7ഉം 3 കൂടെ ഗുണിച്ചാൽ നിങ്ങൾക്കറിയാം 21. പിന്നെ ഈ 0 ഉണ്ടെങ്കിൽ ഇങ്ങനെ വരും. പക്ഷേ 0.7ൻ്റെ പോയിന്റ് എടുത്തിട്ട് കൊടുക്കുമ്പോൾ അതാ ഇവിടെ വരും 21.0. 21.0 എന്ന് പറഞ്ഞാൽ ആരാ 21 പ്ലസ് അടുത്ത ആരാ 0.49 എന്ന് വരും. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ ഉത്തരവും. ഇതെല്ലാം കൂട്ടുക മീൻസ് 2 ഇവിടെ എഴുതുക. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടി നോക്കിയാൽ കേട്ടോ 246 വരും. 240 ഇത് ഇത്രയും കൂടെ കൂട്ടിയാൽ 246. സംശയമൊന്നുമില്ല. അതിൻ്റെ കൂടെ 0.49 കൂട്ടാൻ പറഞ്ഞാൽ ഇവിടെ ഇട്ട് കൊടുത്താൽ 0.49 എന്ന് കൂട്ടി വയ്ക്കുക. ഇതാണ് ഉത്തരം. അപ്പോൾ 15.7ൻ്റെ സ്ക്വയർ എത്ര 246.49 ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈക്കും അതോടൊപ്പം നിങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകൾ വേണമെങ്കിൽ ഒരു കമൻറ്റും ഉറപ്പായിട്ട് അറിയിക്കുക. കൂട്ടുകാരെയൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക.